വ്യാപാരങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ ദുഷ്ടപിടിയിൽ നിന്നും വിടുതൽ നൽകുവാൻ, വിടുതൽ ലഭിക്കുന്നതിനുള്ള ഏകമാർഗം യേശുവപ്പ മാത്രം. ആ യേശുവപ്പയുടെ ദിവ്യ സാന്നിധ്യം ഇത് കേൾക്കുന്നവരുടെ മേൽ മഴ പെയ്തിറങ്ങുന്ന ദിവ്യ സാന്നിധ്യം ഇറങ്ങട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഹല്ലേലൂയ രക്ഷയെപ്പറ്റി ഒരുപാട് വസ്തുതകൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ രക്ഷയുടെ വലിയൊരു തത്വം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ മാത്രമല്ല, ഹല്ലേലൂയ, വിവിധ ഗ്രന്ഥങ്ങളിൽ, വിവിധ പ്രത്യേക ശാസ്ത്ര ചിന്തകളിൽ, അല്ലെങ്കിൽ വിവിധ മത വിഷയങ്ങൾ സംസാരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ രക്ഷയെ അല്ലെങ്കിൽ വിടുതലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രക്ഷ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ രോഗത്തിൽ കിടക്കുന്നവന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ അവൻ രോഗത്തിൽ നിന്നും മോചിതനാകുക. പാപത്തിലായിരിക്കുന്നവന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നും മോചിതനാകുക. സാമ്പത്തികമായ വലിയൊരു അധപ്പതനത്തിന്റെ സാമ്പത്തികമായ തകർച്ചയിൽ കിടക്കുന്നവന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തികമായ ക്രൈസിസിൽ നിന്ന് അവൻ പുറത്തു കടക്കുക. ജയിലിൽ കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ അവൻ ജയിൽ മോചിതനാകുക. ഹല്ലേലൂയ. രോഗം, ശാപം, ദുഃഖം, ദാരിദ്ര്യം ഇതെല്ലാം ഹല്ലേലൂയ വിവിധ തലത്തിൽ വിവിധ ചിന്തകളിൽ നിന്ന് വർഗീകരിക്കും. ഇതാണ് രക്ഷ എന്ന് വർഗീകരിക്കുമ്പോൾ ഹല്ലേലൂയ നിത്യത, മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ നീ എത്തപ്പെടുന്നതിനെ പറ്റി ഹല്ലേലൂയ നിത്യതയുടെ ശാസ്ത്രം വിളിച്ചു പറയുന്നു. അതാണ് യഥാർത്ഥ രക്ഷ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വസ്തുതകളെല്ലാം ഒരുപോലെ ഹല്ലേലൂയ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രക്ഷാശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. വിശുദ്ധ ബൈബിൾ പ്രതിദാനം ചെയ്യുന്ന, വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെട്ടു വരുന്ന രക്ഷയുടെ ശാസ്ത്രത്തിൽ നിനക്ക് രോഗത്തിൽ നിന്ന് മോചനമുണ്ട്, ശാപത്തിൽ നിന്ന് മോചനമുണ്ട്, ഹല്ലേലൂയ, സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് മോചനമുണ്ട്, ദുഃഖങ്ങളിൽ നിന്നും അസമാധാനത്തിൽ നിന്നും മോചനമുണ്ട്, അല്ലെങ്കിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തു നിന്നും നിനക്കൊരു മോചനമുണ്ട്. ഹല്ലേലൂയ. ഈ രക്ഷ, ഈ മോചനം ലഭിക്കുന്നതിന് വിശുദ്ധ ബൈബിൾ പ്രദാനം ചെയ്യുന്ന ചില വസ്തുതകൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 ഒന്ന് വായിച്ചാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. വിശുദ്ധ ബൈബിൾ പറയുകയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക്, പ്രതികൂലങ്ങൾക്ക് മറുപടി തരുവാൻ കഴിവുള്ള ഏക നാമം, ഹല്ലേലൂയ, ആ നാമം പറയുവാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. യേശു കർത്താവ്. ആ നാമത്തിൽ സർവ്വ മുഴങ്കാലും മടങ്ങുക തന്നെ ചെയ്യും. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ വിടുതൽ കഴിവുള്ള ഏക നാമം യേശു കർത്താവിന്റെ നാമം. ആ നാമത്തിൽ സർവ്വ മുഴങ്കാലും മടങ്ങും. നിന്റെ പ്രശ്നങ്ങൾ, വിഷയങ്ങളുടെ മുഴങ്കാൽ മടങ്ങുക തന്നെ ചെയ്യും. റോമൻസ് 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 10 അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശുവിനെ എങ്ങനെ ഈ രക്ഷ, എങ്ങനെ യേശു അപ്പയുടെ കർത്തൃത്വം, അല്ലെ യേശു അപ്പയിലുള്ള വിടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഹല്ലേലൂയ ഒരു രത്നച്ചുരുക്കം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. എല്ലാവരും പറഞ്ഞ് ഏറ്റു പറയുന്നതല്ല, അല്ലെങ്കിൽ എന്റെ അപ്പനും അമ്മയും വിശ്വസിത ഞാൻ ഏറ്റു പറയുന്നു എന്നുള്ളതല്ല. പകരം ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കണം. ഈ പറയുന്ന വസ്തുത ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംശയത്തിന് ഒരു കണിക പോലും ഉണ്ടാകുകയില്ല. എന്തൊക്കെയാ വിശ്വസിക്കേണ്ടത് ഒന്ന് വായിച്ചാണ് സിസ്റ്ററെ. യേശുവിനെ കർത്താവെന്ന് പറഞ്ഞ എന്റെ കർത്തൃത്വം നടത്തുവാൻ ശക്തിയുള്ളവനാണ് യേശു അപ്പ. എന്റെ സകല വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, എന്റെ വിഷയങ്ങൾക്ക്, എന്റെ പ്രതിസന്ധികൾക്ക്, എന്റെ സകല കാര്യങ്ങൾക്കും കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ളവനാണ് യേശു അപ്പ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട്. അപ്പൊ കർത്തൃത്വം നടത്തുന്നവൻ ആരാണ്? സർവശക്തനായ ദൈവം. അപ്പൊ ദൈവം എന്ന അർത്ഥത്തിൽ കർത്താവിനെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഓർക്കണം, മനസ്സിലാക്കണം, എന്റെ സകല വിഷയങ്ങൾക്കും കർത്തൃത്വം നടത്താൻ കഴിവുള്ള യേശു അപ്പ എന്ന് ആ യേശുവിനെ പറ്റി വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന്
ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ എങ്ങനെയായി രക്ഷയുണ്ടാകുന്ന അങ്ങനെ ചെയ്താൽ എങ്ങനെ? ഇപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞു, ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞു, ഹല്ലേലൂയ. വാ കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, നിങ്ങൾക്ക് വിടുതൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ രക്ഷ എന്ന പദം, ആ പദത്തിന്റെ എബ്രായ പദം ഹല്ലേലൂയ, ഹല്ലേലൂയ, യശ എന്ന പദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യശ എന്ന പദത്തിലും അതൊന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ, പൂർണ്ണമായ സമ്പൂർണമായ വിടുതൽ എന്നാണ് അതിന്റെ ഒരു ആശയം. ഹല്ലേലൂയ. ഈ ആശയം നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെ ഈ ആശയമല്ല, ആ ഒരു വസ്തുതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിറങ്ങണമെങ്കിൽ യേശുവയുടെ കർത്തൃത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ കർത്തൃത്വം ഉണ്ടാകണമെങ്കിൽ വാ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, എത്രാമത്തെ വാക്യം ഇപ്പൊ വായിച്ചേ? 9, 10 വായിച്ചാട്ടെ. എന്തിനാ വിശ്വസിക്കുന്നത്? നീതിക്കായി വിശ്വസിക്കുന്നു. വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറച്ചെന്ന് പറഞ്ഞ ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അല്ല, എന്റെ യേശു അപ്പൊ എന്റെ കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിന് എനിക്ക് യാതൊരു ലജ്ജയുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ നശിച്ചു പോകേണ്ട, തകർന്നു പോകുന്ന മണ്ഡലത്തിൽ നിന്നും എന്നെ പൊക്കിയെടുത്ത് നിർത്തിയിരിക്കുന്ന എന്റെ യേശു അപ്പയെ പറ്റി എനിക്ക് പറയുന്നതിന് യാതൊരു ലജ്ജയുമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ നിൽക്കുന്നത് കൃപയാൽ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഹല്ലേലൂയ. റോമൻസ് 1-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെ വേഗം വായിച്ചാട്ടെ. റോമൻസ് 1-ന്റെ 16 മുതൽ 18 വരെ വേഗം വായിച്ചാട്ടെ. സുവിശേഷത്തെക്കുറിച്ച് കേട്ടോ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രക്ഷാശാസ്ത്രം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷം. എന്താണ് ഈ സുവിശേഷം? ഈ രക്ഷാശാസ്ത്രം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ ഏകനാമം, ആ ഏകനാമത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിടുതൽ പ്രാപിക്കും. ഇത് പറയുന്നത് അത്ര സുവിശേഷം. സുവിശേഷം പറയുന്നതിനകത്ത് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. നീതിമാൻ എങ്ങനെയായിരിക്കും? നീതീകരണം ഉണ്ടാകുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ. ഈ വിശ്വാസമകത്ത് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെ യേശു ക്രിസ്തുവിനെ പറ്റി ഒരു ബോധ്യമകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പറയാൻ, ഇത് മറ്റുള്ള പറയാൻ അല്ലെങ്കിൽ ഒരു മടി വരുത്തി. ഞാൻ നിൽക്കുന്നത് കൃപയാണ്. അപകടം പിടിച്ച, രോഗങ്ങൾ നിറഞ്ഞ, എപ്പോഴും എന്ത് സംഭവിക്കാം, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് ചിന്തിക്കാവുന്ന അത്രത്തോളം ഭീകരമായ ആ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നെ വിടുതൽ നൽകുവാൻ, അതിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവരെ പറ്റി ഞാൻ ഈ പറയുന്നത്. സ്വീകരിക്കുന്നവന് ഇപ്പോൾ തന്നെ മറുപടി ഉണ്ടാവും. വായിച്ചാട്ടെ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം, കേട്ടോ, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതിക്ക് നേരെ സത്യത്തെ തടുക്കുന്ന അഭക്തരുടെ പ്രവർത്തികൾ. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സർവ്വ സമ്പ്രദായങ്ങളെ തകടം മറിക്കുവാൻ ആഗ്രഹിക്കുന്ന, അനീതി കൊണ്ടും അഭക്തി കൊണ്ടും ജീവിക്കുന്ന വ്യക്തികൾക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്നു. വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ. അവന്റെ ക്രോധ കലശം ശരിയാവണ്ണം തുറന്നിട്ടില്ല കേട്ടോ. അതിന്റെ എന്തൊക്കെയോ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ളത് വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. 18 കംപ്ലീറ്റ് ആയോ? ഹല്ലേലൂയ. അപ്പൊ ഈ ക്രോധത്തിൽ നിന്ന്, ദൈവക്രോധത്തിൽ നിന്ന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദുഷ്ടാത്മ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുവാൻ തക്കോണം ദൈവം അതിനെ അനുവദിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇടവരുന്നുവെങ്കിൽ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 40-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള, അനീതിയുള്ള, അഭക്തി നിറഞ്ഞ, വക്രത നിറഞ്ഞ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചു. എന്താ വായിച്ചത്? അഭക്തി, വക്രതയും അനീതിയും നിറഞ്ഞവർക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം ഇറങ്ങി വരും. എന്നാൽ ഈ ക്രോധ കലശം, ഈ ക്രോധാഗ്നി
നിന്നെ ദഹിപ്പിക്കുമോ അല്ലെ എന്നെ കത്തിച്ച് കളയുമോ എന്നൊരു ചോദ്യം നിന്റെ മുമ്പിൽ വന്ന് വെളിപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ, രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളതിനെ പറ്റി ഞാൻ പറയുകയാണ്. രക്ഷിക്കുവാൻ വിടുതൽ പ്രാപ്തിയുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുകയാണ്. യേശു കർത്താവ്, യേശുവിന്റെ കർത്താവ്. ആരും കേൾക്കത്തില്ല കേട്ടോ, ആരും കേൾക്കത്തില്ല. നിന്റെ മുറിയിൽ നിന്ന് അയ്യോ ആ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾ എനിക്കെതിരായിട്ട് ഇത് പറഞ്ഞാൽ വരുമല്ലോ. നീ മുറിയിൽ നിന്ന് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്നോടൊപ്പം പറയാൻ തയ്യാറാണോ? ആ നെഞ്ചത്തൊട്ട വലം കൈയൊന്ന് വെച്ചിട്ട് പറഞ്ഞ് യേശുവിന്റെ കർത്താവാണ്. ഞാൻ വിശ്വസിക്കുന്നു പിതാവായ ദൈവം യേശുവിനെ മരിച്ച അടക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാ കൊണ്ട് ഞാൻ ഏറ്റുപറയുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിച്ച സകലരുടെ മേലും ആ രക്ഷയുടെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. സ്തോത്രം. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ത് തന്നെയായാലും ഇന്ന് ഈ നിമിഷം അതിനൊരു മറുപടി ഉണ്ടാകും. നിനക്ക് വേണ്ടി ഒരു വാതിലിന്റെ അപ്പം തുറക്കുകയാണ്. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. എന്റെ അപ്പൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഭൗതിക മണ്ഡലത്തിൽ നിന്ന്, ഹല്ലേലൂയ, ബുദ്ധിയുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് പലതും പടച്ചുവിടുന്നവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കാലാകാലങ്ങളിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ ചിന്തകൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒരു വസ്തുതയെ വിളിച്ചു പറയുന്നു. ഈ പറയുന്ന ശാസ്ത്രങ്ങൾക്കും ഈ പറയുന്ന ചിന്തകൾക്കും ശാശ്വതമായ ഹല്ലേലൂയ വിടുതൽ നൽകാൻ കഴിയത്തില്ല. വിടുതൽ കഴിയുള്ള ഏക നാമം, വിടുതലിന് കഴിവുള്ള ഏക വസ്തുത അത് യേശുവയുടെ രക്തം. ആ രക്തത്തിൽ ആശ്രയിച്ചാൽ, ആ ഉയർപ്പിൽ ആശ്രയിച്ചാൽ, ആ റിസറക്ഷൻ പവറിൽ, പുനരുത്ഥാന ശക്തിയിൽ നീ ആശ്രയം വെച്ചാൽ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുക തന്നെ ചെയ്യും. എല്ലാ കണ്ണുകളും അടയട്ടെ. അരുമനാഥ യേശു അപ്പ, വിടുതൽ കഴിവുള്ള മഹോന്നതനായ തമ്പുരാനെ, അപ്പാ ഞാനൊരു പാപിയാണേ ഏറ്റു പറയുന്നു. എന്നിൽ തെറ്റുണ്ട് അപ്പാ. എന്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത പലതുണ്ടെന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവത്തെ ഹിതകരമല്ലാത്ത എന്റെ ജീവിതത്തിലുണ്ട്. അത് അതിന്റെ രക്തത്താൽ, അപ്പയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് ഈ നിമിഷം ആര് പ്രാർത്ഥിക്കുന്നു? ആ വെളിച്ചം നിന്റെ മേൽ അടിക്കാൻ പോവുകയാണ്. ദിവ്യ പ്രകാശം നിന്റെ മേൽ അടിക്കാൻ പോവുകയാണ്. രക്തത്താൽ നീ കഴുകപ്പെടാൻ പോവുകയാണ്. ഒരു മോചനം നിനക്ക് ഉണ്ടാകാൻ പോവുകയാണ്. നന്ദി പരിശുദ്ധനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷകരായ ചിലർക്ക് പോയി ചില മടുപ്പുകൾ ബാധിച്ച്, ഹല്ലേലൂയ, പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോയ ചിലരുടെ ജീവിതത്തിൽ ചിലർ നടക്കുകയാണ്. നന്ദി പരിശുദ്ധനെ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ രഹസ്യമായുള്ള വിഷയങ്ങളെ നിനക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ മടിയുള്ള ചില വിഷയങ്ങളെ യേശു കർത്താവ് കാണുന്നൊരു മറുപടി ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്റെ ശത്രു പ്രബലനത്രേ, എന്റെ ശത്രുവിന്റെ ബലം ഭയങ്കരമത്രേ എന്ന് നീ പറയുന്നു. ഇന്ന് രാത്രി നിന്റെ ശത്രുവിന്റെ ബലത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ ശത്രുവിന്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന ദൈവ കൃപയുടെ വ്യാപാരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ശത്രുവിന്റെ ഭാഷയെ കലക്കുന്ന ദൈവ കൃപയുടെ വ്യാപാരം ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ആ വിചാര ശക്തികളെ തകർത്ത് കളയുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ഭവനത്തെ നശിപ്പിച്ചുകളെ പദ്ധതിയിടുന്ന, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതിയിടുന്ന ചില വ്യാപാര ശക്തികളെ കെടുത്തിക്കളയാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവയുടെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് ഇതാ ഞാൻ കൽപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും സകല അന്ധകാരത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. നന്ദി പരിശുദ്ധനെ, വെളിച്ചമായവൻ, ഹല്ലേലൂയ, സർവശക്തനായവൻ, ഹല്ലേലൂയ, അഗ്നി കൊണ്ട് മറുപടി തരുന്നവൻ, അവന്റെ കൃപയുടെ വ്യാപാരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഇറങ്ങുക തന്നെ ചെയ്യും. ഇതാ ചിലരെ തൊടുകയാണ്. ഹല്ലേലൂയ. ചില അസ്ഥികളെയും മാംസപേശികളെയും
നൽകണമേ. ഹല്ലേലൂയ. ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിശ്ചയങ്ങളിൽ കുടുംബത്തിനകത്ത് ചില വിഷയങ്ങളിൽ എന്റെ മറുപടി വെളിപ്പെടുകയാണ്. എന്റെ മറുപടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെ ഇത് മാറും? എങ്ങനെ ഇത് മാറും? എങ്ങനെ ഇത് ഒഴിഞ്ഞു പോകും? ഹല്ലേലൂയ. ഹല്ലേലൂയ. റേഡിയേഷനേക്കാൾ പവറുള്ള, കീമോയേക്കാൾ ശക്തിയുള്ള ഒരു ശക്തി നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ വന്ന് അടിക്കേണ്ടത്. ഹല്ലേലൂയ. നീ പറയുവാൻ മടിക്കുന്ന, മറ്റുള്ളവരെ കാണിക്കാൻ മടിക്കുന്ന രോഗക്കെട്ടുകൾ കത്തിയെരിഞ്ഞു മാറണം. ചില കല്ലിപ്പുകൾ ഇപ്പോൾ തന്നെ ഒഴുകി മാറണം. യുക്തിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവകൃപയുടെ വ്യാപാരം യേശുവയുടെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളം കാൽ വരെ ഇതിന്റെ ജീവിതത്തിൽ ഇറങ്ങുക. സ്വർഗം ഈ പ്രാർത്ഥനകളെ സ്വീകരിച്ചതിനെ മറുപടി ലഭിച്ചു കഴിഞ്ഞതിനെ വിടുതൽ കൽപ്പിക്കപ്പെട്ടതിനെ യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. അഗ്നി കൊണ്ട് മറുപടി പറയുന്നവന്റെ കൃപയുടെ വ്യാപാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശക്തിയിരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ലാസ്റ്റ് മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അപ്രകാരം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ജാഗരിക്കുന്നു. ദൈവം ശക്തിയിരിക്കട്ടെ. ആമേൻ.